ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കരിയർ ഗൈഡൻസ് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. കരിയർ ഗൈഡൻസ് എന്തിനാണ്, എന്തുകൊണ്ട് നമുക്ക് കരിയർ ഗൈഡൻസ് ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസിക് ഔട്ട്ലൈൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ബേസിക് അവയർനെസ്. ഇനി നമുക്ക് ആ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഹവാർഡ് ഗാർണർ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓരോന്നിലും എന്തൊക്കെയാണ് പറയുന്നത്, അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഓരോന്നും എങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വിഷ്വൽ ഇന്റലിജൻസ് ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, വിഷ്വൽ ഇന്റലിജൻസ്. ആ ഇന്റലിജൻസ് വിഷ്വലൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അത് ഓരോരുത്തരും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കരിയർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വിഷ്വൽ ഇന്റലിജൻസ്. ഈ വിഷ്വൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് നല്ല സ്ട്രോങ് വിഷ്വൽ മെമ്മറി ഉണ്ടാവും. അതായത് പ്രത്യേകിച്ച് ഈ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലത്തായാലും അവർ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് വളരെ ചിലവർ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ശീലിച്ചിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് പോലെ ഒരു പിക്ചറൈസേഷൻ, വിഷ്വലൈസ് ചെയ്തിട്ടാണ്, ഒരു കഥ പോലെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അവർക്ക് നല്ല സ്ട്രോങ് വിഷ്വൽ മെമ്മറി ഉള്ളവർ മാത്രമാണത് ആ രീതിയിൽ നമുക്കത് മനസ്സിലാക്കി വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ വിഷ്വൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അവരുടെ ഓരോ കാര്യങ്ങളും തിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചില വ്യക്തികളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവര് ഒരു നമ്മള് സ്പെഷ്യൽ വെച്ചാൽ ആകാശത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൈ നോക്കിയതിന് ശേഷം ഇന്ന രൂപമില്ലേ എന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷെ നമ്മൾ ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ നമ്മൾ ചിന്തിക്കും. കാരണം വിഷ്വൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ളവരെ സംബന്ധിച്ച് ഒരു പാറ്റേൺ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിക്ചർ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ് കാണുമ്പോൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് തിങ്ക് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങും വളരെ 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 ടഫായിട്ടുള്ള പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് നല്ല വിഷ്വൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾ. അതുപോലെ അവരുടെ സ്പേഷ്യൽ അവയർനെസ്, അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഡയറക്ഷൻ, ഇപ്പൊ ചിലവരോട് സംസാരിക്കുമ്പോൾ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ 4ാമത്തെ വീട്, അങ്ങനെ അല്ലെങ്കിൽ വടക്കോട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് കൃത്യമായിട്ട്, ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ വടക്കുക ഇങ്ങനെ നിൽക്കുന്നല്ലേ എന്ന് നമ്മൾ പലരും ചിലപ്പോൾ നോക്കിയറിയാം, ഫോൺ എടുത്ത് തെക്കേതാണ് വടക്കേതാണ് പടിഞ്ഞാറേതാണ് കിഴക്കേതാണെന്നൊക്കെ നോക്കി തിരിഞ്ഞ് മറിഞ്ഞ് വരുന്ന സമയം കൊണ്ട് ചില വ്യക്തികളുണ്ട് ഒരു വീട്ടിൽ ചെന്ന് ഇന്ന ഭാഗമാണ്, ഇന്ന ഭാഗത്ത് ഇന്നതുപോലെ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്ന ആൾക്കാരുണ്ട്. ആ വിഷ്വൽ അവയർനെസ് ഹൈ ലെവൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, അവർക്കും നല്ല വിഷ്വൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളാണ്. അതുപോലെ ഈ വിഷ്വൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള വ്യക്തികൾ വളരെ ആർട്ടിസ്റ്റിക് ആയിരിക്കും, അതുപോലെ നല്ല ക്രിയേറ്റീവ് സ്കിൽസ് ഉണ്ടാവും. ഓരോ കാര്യങ്ങളും ചെയ്യുന്ന വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള, നല്ല ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ആണ് ഈ വിഷ്വൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പേഷ്യൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ വിഷ്വലൈസേഷനും ഇമാജിനേഷനും ഒക്കെ അവരുടെ വളരെ വളരെ ഹൈ ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ പേപ്പറുണ്ട്, പേനയുണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ഇങ്ങനെയുള്ള മേഖല, ഈ വിഷ്വൽ ഇന്റലിജൻസ് നമുക്ക് ഹൈ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ മേഖലയിൽ എക്സൽ ആവാൻ കഴിയും, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ പോയാൽ നമുക്ക് നല്ല ഹാപ്പിനെസ്സോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും, ഏതായിരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ഓക്കെ, ഞാൻ ജസ്റ്റ് വരാം, നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് എന്താണ്, നല്ല വിഷ്വൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളാണ്. ഇന്റീരിയർ ഡിസൈനേഴ്സ് നല്ല വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾക്കാണ് എന്ത് പറ്റുള്ളൂ. കാരണം ഇവരൊന്നും ആ പിക്ചർ ആയതിനു ശേഷമല്ല, കാരണം ഒരു ആർക്കിടെക്ട്സ് ഇന്റീരിയർ ഡിസൈനൊക്കെ, ഇന്റീരിയർ ഡിസൈനർ റൂമോ അല്ലെങ്കിൽ ഒരു കിച്ചണോ ലിവിംഗ് റൂമോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെയായിരിക്കും, അത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. ഇന്ന ഭാഗത്ത് ഇന്നത് വന്നു കഴിഞ്ഞാൽ ആ ഫീൽ വരും, അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു കോർണർ സ്പേസ് വരും, അവിടെ ഇന്നത് വരണം. അപ്പൊ അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ചെയ്യാൻ കഴിയണം. അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ്, നല്ല ഫോട്ടോഗ്രാഫേഴ്സ്, ചിലവരൊക്കെ സെറ്റ് ചെയ്യുന്ന ആംഗിൾസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ സെറ്റ് ചെയ്തേ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത്രയും മനോഹരമായ ഫോട്ടോഗ്രാഫി എടുക്കുന്ന വെബ് ഡിസൈനേഴ്സ്, പല വെബ് ഡിസൈനിങ്ങും ഇതേപോലെ വിഷ്വലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഫാഷൻ ഡിസൈനേഴ്സ്, വീഡിയോ ഗെയിം ഡിസൈനർ, ക്രിയേറ്റീവ് ഡയറക്ടർ, ഫിലിം ഡയറക്ടേഴ്സ് ഒക്കെ നമുക്ക് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികൾ, അവർ വിഷ്വലൈസ് ചെയ്യണത്. അതുപോലെ VFX,
അതുപോലെ സിനിമാറ്റോഗ്രാഫർ, ആഡ് ഡയറക്ടേഴ്സ്, പ്രൊഡക്റ്റ് ഡിസൈനേഴ്സ്, യൂസർ ഇന്റർഫേസ് ഡിസൈനർ, അതുപോലെ ഫൈൻ ആർട്ടിസ്റ്റ്, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്. ലാൻഡ്സ്കേപ്പ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒട്ടനവധി മേഖലകൾ വിഷ്വൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ളവർക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് തിരിയുന്നുണ്ട് എങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മേഖലയിലൊക്കെ നമ്മൾ നമ്മുടെ കരിയർ ചൂസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യണം, നമുക്ക് വിഷ്വൽ ഇന്റലിജൻസ് ഉണ്ടോ, വിഷ്വൽ ഇന്റലിജൻസ് നമ്മുടെ ഹൈ ആണോ. ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതിന്റെ ലെവൽ ഗ്രാഫ് ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഹൈ ആണ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ ഈ പറഞ്ഞ മേഖലയിൽ സെലക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു, കോമ്പിനേഷൻസ് ഓഫ് ഇന്റലിജൻസ് ആണ്. ഒരു ഇന്റലിജൻസ് മാത്രം കൊണ്ട് നമ്മൾ ഒരു മേഖല ചൂസ് ചെയ്യില്ല. ഇപ്പോൾ ഇതിന് പറ്റുന്ന മറ്റു മേഖലകൾ, ഇപ്പോൾ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ആർക്കിടെക്ട്, ഫോർ എക്സാമ്പിൾ ആർക്കിടെക്റ്റിനെ തന്നെ എടുക്കാം. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് പറയാൻ പോകുന്നത് ലോജിക്കൽ ഇന്റലിജൻസ് ആണ്. വിഷ്വൽ ഇന്റലിജൻസ് മാത്രം പോരാ, അവർക്ക് ലോജിക്കൽ ഇന്റലിജൻസും കൂടി ചേർന്നാലാണ് ആർക്കിടെക്റ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുപോലെ ഇനി വരുന്ന പല ഇന്റലിജൻസും അവർക്ക് ആവശ്യം വരും. അപ്പോൾ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മേജർ കാര്യം. അപ്പോൾ വിഷ്വൽ ഇന്റലിജൻസ് നമ്മൾ ഹൈ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഈ മേഖലകൾ ചൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് വിഷ്വൽ ഇന്റലിജൻസ് ഹൈ ആയിരിക്കണം. ഇനി അതിന് വേണ്ടത്, ഓരോ മേഖലയ്ക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത ഇന്റലിജൻസുകളെല്ലാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിഷ്വൽ ഇന്റലിജൻസ് ഏകദേശം ക്ലിയർ ആയില്ലേ. നെക്സ്റ്റ്, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ലോജിക്കൽ അല്ലെങ്കിൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ആണിത്. ഈ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ അനലിറ്റിക്കൽ തിങ്കിങ്, അവരുടെ അനലിറ്റിക് തിങ്കിങ് വളരെ ഹൈ ലെവൽ ഓഫ് അനലിറ്റിക്കൽ തിങ്കിങ് ഉണ്ട്. ഓരോ കാര്യം എടുത്താലും അതിനെ ഇതെങ്ങനെയായിരിക്കും കൃത്യമായി ഇങ്ങനെ കൂട്ടാൻ കുറയ്ക്കാം എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന അനലിറ്റിക്കൽ തിങ്കിങ് ഹൈ ലെവൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, അവർ ഏത് പ്രോബ്ലം ആയാലും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത് കാണുന്ന വ്യക്തികൾ. കാരണം എത്ര കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തെയും വളരെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് ഈ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള വ്യക്തികൾ. അതുപോലെ അവരുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ചില കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10ഓ 15ഓ ഐറ്റം നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 4 3 7 16 18 പെട്ടെന്ന് നമ്പേഴ്സ് പറഞ്ഞ അതിന്റെ ടോട്ടൽ കണക്ക് കൊടുത്തു. ഇന്ന് നമ്മൾ പലരും മൊബൈലിലെ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയിട്ടാണ് പലരും ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറം അത് ചെയ്യുന്ന കഴിവുണ്ട് എങ്കിൽ അവര് നല്ല ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളാണ് എങ്കിൽ അവർ നല്ല ലോജിക്കൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അവരുടെ ലോജിക്കൽ തിങ്കിങ് വളരെ ഹൈ ആയിരിക്കും. പാറ്റേൺ റെക്കഗ്നേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ റുബിക്സ് ക്യൂബ് ഒക്കെ നോക്കിയാൽ അറിയാം, പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കും അവര്. കാരണം ആ പാറ്റേൺ എങ്ങനെയാണ് എന്ന് കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ്. ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ മേഖലകൾ എന്തൊക്കെയായിരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ഈ ലെവൽ ഓഫ് പാറ്റേൺസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് തിങ്കിങ്, അനലിറ്റിക്കൽ തിങ്കിങ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, പാറ്റേൺ റെക്കഗ്നേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് പറ്റിയ മേഖലകൾ ഏതൊക്കെയായിരിക്കും? ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയായിരിക്കാം. മാത്തമാറ്റീഷ്യനെ സംബന്ധിച്ച് ഹൈ ലെവൽ ഓഫ് ലോജിക്കൽ ഇന്റലിജൻസ് വേണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറേ ഡാറ്റ ഉള്ള സമയത്ത് അത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് നല്ല ലോജിക്കൽ ഇന്റലിജൻസ് ആണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ +2 കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമുക്ക് നല്ല ലോജിക്കൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന്. അതുപോലെ ആക്ച്വറി സയൻസ് വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖല തന്നെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും ആക്ച്വറി സയൻസ് ആയാലും ഡാറ്റ അനാലിസിസ് ആയാലും ഫിനാൻഷ്യൽ അനലിസ്റ്റ്, എക്കണോമിസ്റ്റ്, ഇതെല്ലാം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണ്. അപ്പൊ ഈ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ, കാരണം ഇവിടെ എല്ലാം കണക്കിന്റെ കളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പൊ ആക്ച്വറി സയൻസിലായാലും നമ്മുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസിന്റെ തീംസും അതിന്റെ ടേംസും കാര്യങ്ങളും എല്ലാം ആക്ച്വറി സയൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡാറ്റ അനാലിസിസ് ഇപ്പോൾ ഏറ്റവും നല്ലൊരു മേഖലയായി പോകുന്നതാണ്. ഫിനാൻഷ്യൽ അനലിസ്റ്റ്, എക്കണോമിസ്റ്റ് ആയാലും ഇവർക്കൊക്കെ എന്ത് വേണം? ഹൈ ലെവൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഇന്റലിജൻസ് വേണം. അതേപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, കമ്പ്യൂട്ടർ ഡെവലപ്പർ, ക്രിപ്റ്റോഗ്രാഫർ,
അപ്പൊ ക്രിപ്റ്റോ ഒക്കെ അത്രയും ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. റിസർച്ച് സയന്റിസ്റ്റ്, മാനേജ്മെന്റ് കൺസൾട്ടന്റ്, ഡാറ്റ സയന്റിസ്റ്റ്, ബിസിനസ് അനാലിസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയർ, ഫോറൻസിക് അക്കൗണ്ടന്റ്, ഇവർക്ക് എല്ലാവർക്കും എന്ത് വേണം? ഈ അക്കൗണ്ടൻസി ഒക്കെ ഭാഗമായി വരുന്ന എല്ലാവർക്കും നല്ല ഹൈ ലെവൽ ഓഫ് ലോജിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് വേണം. ഇങ്ങനെ ഹൈ ലെവൽ ഓഫ് ലോജിക്കൽ ഇന്റലിജൻസ്, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിലാണ് ഈ ജോബിലേക്ക് അല്ലെങ്കിൽ ഈ കരിയറിലേക്ക് ഈ കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതില്ല എങ്കിൽ നമ്മൾ അവിടെ കോഴ്സ് എടുത്തു കഴിഞ്ഞ് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ സ്ട്രഗിൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സ് എടുക്കുന്ന സമയത്ത് ലോജിക്കൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബേസിക് കാര്യമാണ്. അപ്പൊ ഈ രണ്ട് ഇന്റലിജൻസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. അടുത്ത ഇന്റലിജൻസ് അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത ഇന്റലിജൻസ് നോക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചാടിക്കയറി ഒരു കോഴ്സിലേക്ക് പോകരുത്. അതോടൊപ്പം നമുക്ക് അതിന് സപ്പോർട്ടീവായിട്ട് ഏതൊക്കെ ഇന്റലിജൻസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സീ യു.